First and foremost, thanks to God Almighty. And secondly, thanks to Dr. Sanjana, the living God on earth. എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പല ടൈപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ കണ്ടത് ഒരു വീഡിയോ കണ്ടിട്ടാണ് അഗവാൾസിൽ വന്നത്. സ്മൈൽ ആൻഡ് ICL. നമുക്കിതൊന്നും ഫ്രണ്ട്ലി ആയിട്ടുള്ള നെയിം ആയിരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്താണ്? അപ്പൊ ഡോക്ടറാണ് സജസ്റ്റ് ICL ആണ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞങ്ങളും അപ്പൊ തന്നെ ഓക്കെ വിൽ ഗോ വിത്ത് ഇറ്റ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ഡോക്ടറോട് കാര്യങ്ങളും ഇതെല്ലാം ഷെയർ ചെയ്തു. സൂൺ ഒരു അറൗണ്ട് ഒരു 1 week ഗ്യാപ്പ് വന്നു. അത് ലെൻസ് ഓർഡർ ചെയ്തിട്ട് വരാനായിട്ടുള്ള ഗ്യാപ്പ്. അപ്പൊ തന്നെ ബാക്കിയുള്ള സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സൂൺ 1 week കഴിഞ്ഞ എക്സാക്ട് അന്നത്തെ ദിവസം ഒരു കണ്ണിന്റെ സർജറി കഴിഞ്ഞു. അതിൽ ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇത്രമാത്രം ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. കാരണം എനിക്ക് ഇതിൽ വന്ന കൂടിയുള്ള ഒരു പെയിൻ വന്നതെന്ന് പറയാൻ, ഡയലേഷന് വേണ്ടി ഡ്രോപ്സ് ഒഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പെയിൻ വരും. പെയിൻ ഇൻ ദ സെൻസ് നമുക്ക് കണ്ണിലൊരു എന്തോ വീഴുന്ന പോലത്തെ, അത് മാത്രം ഉണ്ടെന്ന്. അല്ലാണ്ട് എനിക്ക് ആ ടൂൾസിന്റെ പേരല്ലേ, ഐ വിൽ കോൾ ഇറ്റ് ആസ് ബ്ലേഡ്. ഈ ബ്ലേഡ് വെച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഐ വാസ് സിംപ്ലി ലൈങ് ദർ. അങ്ങനെ അത്രമാത്രം ഡോക്ടർ ഭയങ്കര നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ആണ് തന്ന. ഡോക്ടറും ഡോക്ടറിന്റെ എൻറ്റയർ ടീമും ഇറ്റ് വാസ് ഡൂയിങ് ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഒരു 9ാം ക്ലാസ് തുടങ്ങി, ഒരു 9 ഏജ് തുടങ്ങി ഞാൻ വെച്ചു കൊടുക്കുന്നതാണ് ഈ കണ്ണാടി. അപ്പൊ എപ്പോഴും ബാക്കിയുള്ളവരൊക്കെ ടുവേർഡ്സ് 12th or 10th ഒക്കെ ആകുമ്പോ എല്ലാരും കൂളിംഗ് ഗ്ലാസും ഇതൊക്കെ വെക്കുന്നു. അപ്പൊ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഇതൊക്കെ വെക്കണം, നടക്കണം. പിന്നെ പല പല പേരുകൾ നമുക്ക് ഇടുമല്ലോ, കണ്ണാടി വെച്ച് കഴിയുമ്പോൾ സോഡ കുപ്പി, അങ്ങനെ കുറെ പേരൊക്കെ അങ്ങനെയൊക്കെ പേരുകൾ ഇടുമല്ലോ. പക്ഷെ ഞാൻ അപ്പോഴൊന്നും തടന്നിട്ടില്ല. ബട്ട് ലേറ്റർ ഓൺ എനിക്ക് തോന്നി ഇത് ഈ സർജറി ഇത് എന്തായാലും വേണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്തത്. കോണ്ടാക്ട് ലെൻസ് വെച്ച് കഴിയുമ്പോഴത്തേക്കും വി ഹാവ് ടു ബി വെരി മച്ച് കെയർഫുൾ. പക്ഷെ എന്റെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അത്രമാത്രം കെയർ കൊടുത്ത്, അതായത് ഡസ്റ്റ് ഫ്രീയും അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് അല്ല എന്റെ. അതൊക്കെ ഞാൻ ഡോക്ടറോട് ഷെയർ ചെയ്തായിരുന്നു. ഏറ്റവും തിൻ ഗ്ലാസ് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്യുക. അപ്പോൾ തിന്നത്തെ ഗ്ലാസ് ഇറ്റ് ഈസ് അത്രമാത്രം എക്സ്പെൻസ് ആയിരിക്കും. അറൗണ്ട് എനിക്ക് മാത്രം ഞാൻ പറയാം, എന്റെ ഒരു കണ്ണിന് ഒരു ഒരു സെറ്റ് ഓഫ് ഗ്ലാസിന് ഇറ്റ് കംസ് അറൗണ്ട് 10,000 to 12,000 per year. അങ്ങനെ ഇപ്പോ കണ്ടിന്യൂസ്ലി ഇപ്പൊ ഒരു 10 years മേലെ അങ്ങനെ തന്നെ ആയി. അപ്പൊ തന്നെ ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 1 lakh or something. ആക്ച്വലി എല്ലാരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കേൾക്കുമ്പോ ഒബ്വിയസ്ലി ഗൂഗിൾ അങ്ങനത്തെ സെർച്ചും കാര്യമൊക്കെ ചെയ്യാം. ഡോക്ടർ എല്ലാം ഇവിടെ വന്നപ്പോ തന്നെ എല്ലാം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞു ഞങ്ങൾക്ക്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഗൂഗിളോ ഒന്നും നോക്കിയില്ല. പിന്നെ ടോക്കിംഗ് അബൌട്ട് എക്സ്പെൻസീവ്, എനിക്ക് അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നിയിട്ടില്ല. കാരണം ഇതിന്റെ ഒരു പ്രൊസീജിയർ ഇറ്റ്സ് ടു മച്ച് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. സോ അതുകൊണ്ട് എനിക്ക് അത് 100% ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. നല്ല ഫീലിംഗ്. ഫസ്റ്റ് ഡേ, ഐ മീൻ സെക്കൻഡ് ഡേ ഓഫ് സർജറി ഞാൻ ഡയറക്ട്ലി പോയത് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ച് വെക്കുകയായിരുന്നു, ജസ്റ്റ് ടു ട്രൈ ഇറ്റ് ഔട്ട്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. താങ്ക് യു.